അടുത്ത് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ശകലം കുടൽ മാത്രം എടുത്ത് വെളിയിൽ വെച്ചോളായിരുന്നു, ഇനി മുഴുവനായിട്ടും കുടൽ വെളിയിൽ വെക്കണം, എന്നാൽ മാത്രം എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും എന്നെ കൊളോസ്റ്റമി രണ്ടാമത് ചെയ്തു. ഞാൻ പറഞ്ഞില്ല, ഞാൻ കണ്ടില്ല, എൻ്റെ കുട്ടീൻ്റെ കൈ മുറിച്ചത് കണ്ടില്ല. ഞാൻ സത്യം പറഞ്ഞ എനിക്ക് കാണാനുള്ള ഇതില്ലായിരുന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മിഴി തുന്നണമെന്ന് പറഞ്ഞിട്ട് ചേച്ചി അപ്പം പെങ്ങളുടെ അടുത്ത് പറഞ്ഞു ഓപ്പറേഷത്തിന് കൊണ്ടുപോയതേ ഈ കൃഷ്ണമണി അടക്കം മൊത്തം എടുത്ത് കളഞ്ഞു അവര്. കേരളത്തിന്റെ ആരോഗ്യ മേഖല ലോകോത്തരമാണ്. അത് ഇന്ത്യയോട് സമീകരിക്കപ്പെടേണ്ടതല്ല, അത് യൂറോപ്പിനോട് സമീകരിക്കപ്പെടേണ്ടതാണ്. അച്ഛന് തല്ല് കിട്ടിയോ? ഇല്ലില്ല, ഇപ്പൊ കിട്ടും. ഒന്ന് മൂപ്പിച്ചു കൊടുത്തേക്കാം. ഇതെന്നായിരുന്നു ഈ സംഭവം നടന്നത്? 2025 ജൂൺ 19 ആയിരുന്നു പ്രസവത്തിനായിട്ട് നെടുമങ്ങാട് അഡ്മിറ്റ് ആവുന്നത്. 19 തന്നെയാണ് പ്രസവം നടന്നത്. പ്രസവം നടന്നിട്ട് അവർ ഈ പ്രസവത്തിന് വേണ്ടി ഇടുന്ന സാധാ നോർമൽ ഡെലിവറി ആയിരുന്നു. പ്രസവത്തിന് വേണ്ടി കുഞ്ഞിറങ്ങി വരാൻ വേണ്ടി ഇട്ട ഈ മുറിവ് താഴ്ചയിലായി പോവുകയും ഇത് മലദ്വാരത്തിലെ നരമ്പ് കട്ടാവുകയാണ് ചെയ്തത്. 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മലവും വെച്ച ഈ പ്ലാസ്റ്റിക് സർജറി നടത്തി ചെയ്ത ചതയും എല്ലാം കൂടെ ആയിട്ട് തിരിച്ചു പോയി. ഈ കാര്യം ഡോക്ടറിൻ്റെ അടുത്ത് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ശകലം കുടൽ മാത്രം എടുത്ത് വെളിയിൽ വെച്ചോളായിരുന്നു, ഇനി മുഴുവനായിട്ടും കുടൽ വെളിയിൽ വെക്കണം, എന്നാൽ മാത്രം എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും എന്നെ കൊളോസ്റ്റമി രണ്ടാമത് ചെയ്തു. അപ്പം ഒരു സുഖം നമുക്ക് ആരെയും കളിപ്പിക്കാൻ വേണ്ടില്ല, എന്തോ ഇവിടുന്ന് കരിച്ചിങ്ങനെ വരും. കേരളത്തിന്റെ ആരോഗ്യ മേഖല ലോകോത്തരമാണ്. അത് ഇന്ത്യയോട് സമീകരിക്കപ്പെടേണ്ടതല്ല, അത് യൂറോപ്പിനോട് സമീകരിക്കപ്പെടേണ്ടതാണെന്ന് ഇന്നത്തെ ദിവസം പറഞ്ഞ നദാലിയാണ്. ഒരു വർഷം ശരാശരി കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ അതോടൊപ്പം ജില്ലാ ആശുപത്രിയിൽ നടക്കുന്ന സർജറി എന്ന് പറയുന്നത് 2.45 2,45,000 മുകളിലാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ 2,45,000 സർജറിക്കകത്ത് അങ്ങ് സൂചിപ്പിച്ചതുപോലെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ 43 പരാതികൾ വന്നിട്ടുണ്ട്. ഈ 43 പരാതികളുടെ പേരിൽ ബാക്കി 2,44,000 സർജറികളും വിജയകരമാക്കി പൂർത്തീകരിച്ച കേരളത്തിൽ പർവ്വത സദൃശ്യമായ ജോലിയെടുത്ത നമ്മുടെ പൊതുജനാരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാർ, അവരൊക്കെ അഹോരാത്രം ജോലി ചെയ്ത് സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഈ പൊതുജനാരോഗ്യ മേഖല ആകെ മോശമെന്ന നരേഷൻ ഇപ്പോൾ ഉണ്ടാക്കുന്നതിന് പിന്നിലൊരു ലക്ഷ്യമുണ്ട്. പക്ഷേ ഈ 4 കേസിന്റെ മറവിൽ കേരളത്തിലെ 2,45,000 വരുന്ന സർജറികൾ, അതിന്റെ വിജയകരമായ പ്രതീകമായ പൊതുജനാരോഗ്യ മേഖല അത് മോശമാണെന്ന് വരുത്തി തീർക്കുന്നതിന് പിന്നിൽ ദുഷ്ടലാക്കുണ്ട്. അത് മലയാളികൾ തിരിച്ചറിയണമെന്നുള്ള പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ല. മോളെ ഇത് പറയുന്നു, മോള് എന്താ പറ്റിയ മോളുടെ കാര്യത്തില്? മോള് വീണിട്ടുണ്ടായിരുന്നു. കൈ വഴുതി വീണതാണ്. കാൽ വഴുതി വീണു, കൈ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഒരു അരമണിക്കൂറോളം ഇരുന്നിട്ടാണ് കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തത്. എല്ല് ഡോക്ടർ വരണം എന്നൊക്കെ പറഞ്ഞ് എല്ല് ഡോക്ടർ വന്ന് നോക്കുമ്പോൾ പറഞ്ഞു, അവർ പറഞ്ഞു എക്സ്റേ എടുക്കണം പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ എല്ല് പൊട്ടിയിട്ടുണ്ട്, 2 തുണ്ടായിട്ടുണ്ട് പറഞ്ഞു. അന്ന് ഒരു ദിവസത്തെ മരുന്ന് തന്നു, ഞങ്ങൾ വീട്ടിൽ അയച്ചു വിട്ടു. വീട്ടിൽ അയച്ച് പിറ്റേ ദിവസം ഞങ്ങൾ കാണിച്ചു. ഇവള് രാത്രി ഉറങ്ങാത്തത് കൊണ്ട് ഞങ്ങൾ പിറ്റേ ദിവസം വന്ന് കാണിച്ചു. കരഞ്ഞു ഉറക്കമില്ലാണ്ടായപ്പോൾ ഞാൻ കൈയും കാലൊക്കെ ഒഴിഞ്ഞു കൊടുത്തിട്ടാണ് അവൾ ഉറങ്ങിയത്. എന്നിട്ട് പിറ്റേ ദിവസം വന്ന് ഞങ്ങൾ കാണിച്ചപ്പോൾ സാറേ കൈ അനക്കണില്ല, കൈ നല്ല വേദനയുണ്ട്, രാത്രിയൊന്നും ഉറക്കമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു അത് കുഴപ്പമില്ല, എല്ല് പൊട്ടിയതല്ലേ, അതൊക്കെ ഉണ്ടാവും. സത്യമാണോ ഈ പറയുന്നത് പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് അയച്ച് 5 ദിവസത്തെ മരുന്ന് തന്നു. 30-ാം തീയതി രാവിലെ ഇവൾക്ക് എണിക്കാൻ പറ്റണില്ല, കയ്യിൽ നീര് വന്നു. ഞങ്ങൾ കെട്ടിയത് പറഞ്ഞാൽ അറ്റത്തോളമാണ് കെട്ടിയത്. ഇവിടെ നിന്ന് കൈ മോളിൽ നിന്ന് ഈ തുമ്പ് വരെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടിട്ടില്ല, നീര് വെള്ളം വരുന്ന കണ്ടിട്ടാണ് ഞങ്ങൾ കണ്ടത്. ഇവൾക്ക് അന്ന് രാവിലെ എണിക്കാനടക്കം പറ്റുന്നില്ല. എണിക്കാൻ പറ്റാണ്ട് ഞങ്ങൾ ബൈക്കിലാണ് കൊണ്ടുപോയത്. ബൈക്കിൽ കൊണ്ടുപോയി എൻ്റെ നെഞ്ചത്ത് കടത്തിയിട്ട് സാറെ കൊണ്ടുപോയത്. ഞങ്ങൾ കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി. അവിടെ പോയി ഇത് അഴിച്ചു നോക്കുമ്പോൾ കൈ അങ്ങനെ കറുപ്പ് കളറായി, ബ്ലഡ് ഓട്ടം ഇല്ലായിരുന്നു, ബ്ലഡ് ഓട്ടം നിന്നു എന്നൊക്കെ പറഞ്ഞു. ശരി പറഞ്ഞു. ഞങ്ങൾ അവരെല്ലാം മിടുപ്പൊക്കെ നോക്കണ്ടായിരുന്നു. കൈയിൻ്റെ മിടുപ്പൊക്കെ നോക്കിയപ്പോൾ പറഞ്ഞു ഇത് കുഴപ്പമില്ല, ബ്ലഡിൻ്റെ നരമ്പ് എടുത്ത് വിട്ടാൽ ശരിയാവും ഞങ്ങളോട് പറഞ്ഞു പാലക്കാട്ടിൽ നിന്ന്. ശരി പറഞ്ഞ് ഞങ്ങൾ പാലക്കാട്ടിൽ നിന്ന് എല്ലാം നോക്കിയപ്പോൾ പറഞ്ഞു ശരി ഇവിടെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇല്ല, നിങ്ങൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലുണ്ടോ ചോദിച്ചു. ഇതിൻ്റെ ഇത് ഉണ്ടോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ ഇല്ല, പിന്നെ ഉള്ളത് കോഴിക്കോടാണ് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വന്ന പിന്നെ കോഴിക്കോട് ട്രാൻസ്ഫർ ചെയ്ത് തരുമോ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് സമയമാവില്ല പറഞ്ഞു. ഞങ്ങൾക്ക് പൈസ ഇല്ലാത്തത് കൊണ്ടാണ് പറഞ്ഞു. പിന്നെ അവർ ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് വന്ന് കോഴിക്കോട്ടേക്ക് അയച്ചു. അവിടെ പോയി എത്തുമ്പോൾ 2:15 2:30 അതിന് സമയമായി. അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് അത് ഇത് കഴിയുമ്പോഴേക്കും 1 മണിയായി സമയം. രാത്രി 1 മണിക്ക് വെള്ള ഐ സിയിൽ കയറ്റി 2 മണി അങ്ങനെ ആകുമ്പോഴേക്കും കൈയും കട്ട് ചെയ്യണം പറഞ്ഞു. അവർ പറഞ്ഞു നമുക്ക് ശ്രമിച്ചു നോക്കാമെന്നൊക്കെ പറഞ്ഞ് അവർ കമ്പിയെല്ലാം മേടിച്ച് വെച്ച് എല്ലാം നോക്കി. പക്ഷെ പറ്റില്ല, കൈ അത്രയും അഴുകിപ്പോയി. കാരണം കൈ നമ്മൾ
എടുത്താ അത്ര അഴുകി വരും. എന്ത് ചതിയാടി കാണിച്ചത്? എടാ, എന്റെ സ്വഭാവം നിനക്ക് അറിയാൻ പാടില്ലേ? കാരണം ഇവിടുന്ന് പാലക്കാട്ടിൽ നിന്ന് മെഡിക്കൽ കോളേജ് വരെ ഇവള് കിടന്നിട്ട് തന്നെയുണ്ട്. ബാത്റൂമിൽ പോകാനടക്കം എണിക്കാൻ പറ്റില്ല. അത്രയും ക്രിട്ടിക്കലായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോയത്. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് പോയി അവർ കട്ട് ചെയ്തു. കട്ട് ചെയ്യേണ്ട സാറേ, കട്ട് ചെയ്യേണ്ട, അതെന്തിനു കട്ട് ചെയ്യാൻ പറഞ്ഞ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് പഴുപ്പ് കയറിയ കുട്ടീൻ്റെ ജീവനടക്കം പോകും പറഞ്ഞ് പിന്നെ കട്ട് ചെയ്തു അവർ. പിന്നെ പിറ്റേ ദിവസം വിളിക്കുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. കരച്ചില്ല, അമ്മ എൻ്റെ കൈയോടെ ചോദിച്ചു. ഞാൻ അപ്പം മടക്കി വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിച്ച്. അപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഞാൻ കണ്ടില്ല, എൻ്റെ കുട്ടീൻ്റെ കൈ മുറിച്ചത് കണ്ടില്ല. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് കാണാനുള്ള ഇതില്ലായിരുന്നില്ല. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ട്രിപ്പ് ഇട്ടിട്ടേ ആ സൂചി ബെഡിലല്ല കിടക്കണ്ടായിരുന്ന, ബെഡ് കിട്ടിണ്ടായില്ലേ, നിലത്ത് കിടക്കണ്ടായിരുന്ന. ഈ സൂചി പതുക്കെ ട്രിപ്പ് ഇട്ടിട്ട് ഗ്ലൂക്കോസ് വെച്ചിണ്ടായില്ലേ, സൂചി പതുക്കെ ഇറങ്ങി വന്നു. ഗ്ലൂക്കോസ് വെച്ചിണ്ടായില്ലേ, ട്രിപ്പ് മറ്റേ സൂചി മാത്രം ഇട്ടുണ്ടായുള്ളൂ ഞരമ്പ്. എന്നിട്ട് ഇത് ഊരി പോന്നു. ഇപ്പൊ സിസ്റ്ററുടെ അടുത്ത് പറഞ്ഞു സൂചി ഊരി പോണ്ട് ഊരി തരാൻ പറഞ്ഞു, വാൻ എടുക്കണെന്ന് പറഞ്ഞു. ഊരി തന്നില്ലേ. 3-4 വട്ടം അച്ഛൻ പോയി പറഞ്ഞു, എന്നിട്ട് ഊരി തന്നില്ലേ. പിന്നെ അത് നിലത്ത് കിടക്കണോണ്ട് സ്വാഭാവികമായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോ സൂചി ഊരിപ്പോയി. അത് കഴിഞ്ഞ് ഈ കയ്യുമ്മ ഒരു കറുത്ത പാട് വന്നു. പിന്നെ ഈ കൈ ആകെ വീർത്തു, ആകെ നീര് പോലെ. പിന്നെ എന്റെ ബോധം പോയി. മോനെ ബോധമില്ലാണ്ട് കിടക്കായിരുന്നു. അപ്പൊ ഞാൻ സിസ്റ്റർമാരോട് ചോദിച്ചാൽ എന്താ എന്റെ മോനെ സംഭവിച്ചതെന്ന്. അപ്പൊ അവര് പറഞ്ഞു ഡോക്ടർമാരോട് ചോദിക്കാൻ. ഡോക്ടർമാരെ ഞാൻ പോകുമ്പോഴേക്കും ഡോക്ടർമാർ വാർഡിന്ന് പോയി. പിന്നെ ഡോക്ടറെ കാണാൻ എനിക്ക് പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അന്ന് വൈകുന്നേരം ഒരു ചെറിയ ഡോക്ടർ വന്നിട്ട് ഇതൊക്കെ കെട്ടിപ്പൂട്ടി, നല്ല നീരായിരുന്നു. ഇതൊക്കെ അവിടെ വെച്ച് സംഭവിച്ചതാ, നീരായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു അമ്മ തന്നെ നിൽക്കാൻ പറ്റില്ല, ഒരാളെയും കൂടി വരണം, സനൂപിന്റെ നില അവസ്ഥ മോശമാന്ന് പറഞ്ഞു. അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്തുകൊണ്ട് മോശം, അതൊന്നും എനിക്കറിയില്ല, ഡോക്ടർമാർ നാളെ വരുമ്പോൾ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം 2-3 ഡോക്ടർമാർ വന്നിട്ട് വേഗം അവിടെ തന്നെ ആ ചെറിയ ഐസിയുല് മാറ്റി എൻ്റെ മോനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തലയുടെ സ്കാനിങ്ങിനെ കയറ്റി. അത് കഴിഞ്ഞിട്ട് വലിയ ഐസിയുല് മാറ്റി. പിന്നെ എന്നെ കാണിക്കാറില്ല, 1/2 മണിക്കൂർ നേരം പിന്നെ എന്നെ കാണിക്കാറുള്ളൂ അവര്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മിഴി തുന്നണമെന്ന് പറഞ്ഞിട്ട് ചേച്ചി, അപ്പം പെങ്ങളുടെ അടുത്ത് പറഞ്ഞു ഓപ്പറേഷത്തിന് കൊണ്ടുപോയത് ഈ കൃഷ്ണമണി അടക്കം മൊത്തം എടുത്ത് കളഞ്ഞു അവര്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മിഴി തുന്നണമെന്ന് പറഞ്ഞിട്ട് ചേച്ചി, അപ്പം പെങ്ങളുടെ അടുത്ത് പറഞ്ഞു ഓപ്പറേഷത്തിന് കൊണ്ടുപോയത് ഈ കൃഷ്ണമണി അടക്കം മൊത്തം എടുത്ത് കളഞ്ഞു അവര്. എന്ത് പറഞ്ഞാലും അടിയോ. പൊതുജനാരോഗ്യ സംവിധാനം അത് അമ്പാടെ പരാജയമാണെന്ന് ഞങ്ങൾ പറയില്ല. പക്ഷേ ജയിക്കടക്കം മനസ്സിലാക്കേണ്ടത് അതൊരു ദിവസം രാവിലെ വീണ ജോർജോ അല്ലെങ്കിൽ ഇവരുടെ മുൻ മന്ത്രിയോ വന്നപ്പോൾ ഈ മഴുവെറിഞ്ഞ് വീഴ്ത്തി ഉണ്ടാക്കിയ സംവിധാനമല്ല. അതിൽ VS അച്യുതാനന്ദൻ്റെ ഗവൺമെന്റിന്റെ പങ്കുണ്ട്, നായനാറുടെ ഉണ്ട്, ഉമ്മൻചാണ്ടിയുടെ ഉണ്ട്, കരുണാകരൻ്റെ ഉണ്ട്. അത് ഒരു ഡസൻ ഗവൺമെന്റുകളുടെ സംവിധാനത്തിന്റെ ഭാഗമാണ്. പക്ഷെ നോക്കിയപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞത്, സങ്കീർണതയാണ്. ഏത് ഈ മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് വിളിക്കാൻ പറ്റില്ല. ഏത് സങ്കീർണതയുടെ ഭാഗമാണ് എൻ്റെ അടുത്തിരിക്കുന്ന ഹർഷണയുടെ വയറ്റിൽ കത്രിക കിടക്കുന്നത്? അതൊന്നും എനിക്കറിയാൻ മേല. 5 വർഷക്കാലം അവർ ആ വേദന വഹിച്ച് മലമൂത്ര വിസർജനം നടത്തുമ്പോൾ പോലും പ്രസവ സമാനമായ വേദന അനുഭവിച്ച് ആ സ്ത്രീ 3 വർഷക്കാലം സമരപ്പന്തലിട്ട് ആ സമരപ്പന്തലിലേക്ക് ഈ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിന്റെ മന്ത്രി എത്തിയിട്ട് ഞാൻ എല്ലാം തീർത്തു തരാം, പരിഹരിക്കാം എന്ന് പറഞ്ഞ് അവിടുന്ന് മുങ്ങിയിട്ട് പിന്നീട് അവരെ കാണാതെ അവർക്ക് 1 രൂപയുടെ സഹായം ഈ സർക്കാരിന് കൊടുക്കാൻ പറ്റാതെ പോകുന്നത് ഏത് സങ്കീർണതയുടെ ഭാഗമാണ്? അത് അവർ തന്നെ സംബന്ധിച്ചിട്ടുണ്ട്. സമാശ്വാസ തുകയായിട്ടുള്ള 2 ലക്ഷം രൂപ ഇതിനോടകം കേരളത്തിലെ സർക്കാർ കൊടുത്തിട്ടുണ്ട്. അത് കിട്ടിയിരുന്നു അല്ലേ? എവിടെയാണ് ആ സർക്കാർ തന്നത്? പറഞ്ഞേ. 2 ലക്ഷം പ്രഖ്യാപനം മാത്രമേ നടന്നുള്ളൂ. ആ 2 ലക്ഷം നമുക്ക് പിന്നെ പരിഹാരമല്ലാത്തത് കൊണ്ട് അതവര് വാങ്ങിയിട്ടില്ല. നിങ്ങളെ വൈഫിനാണ് ഇത് സംഭവിച്ചെങ്കിൽ ആ 2 ലക്ഷം വാങ്ങിയിട്ട് നിങ്ങൾ സോൾവ് ആക്കി വിടും. പിണറായി വിജയൻ തമ്പുരാൻ എഴുന്നള്ളുന്നുണ്ട്. അപ്പൊ വഴിയരിയിലിരിക്കുന്ന പാവപ്പെട്ടവരെ അവിടെ നിന്ന് ക്ലിയർ ഓഫ് ചെയ്യണം എന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നുകൊണ്ടാണ് ആരോഗ്യമന്ത്രി 2 മണിക്കൂർ മുമ്പ്, ഉദ്ഘാടനത്തിന് 2 മണിക്കൂർ മുമ്പ് അവിടെ എത്തി അവരെ സമാശ്വസിപ്പിച്ച് ആ സമരപന്തൽ അഴിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അല്ല കർഷന, ഈ ട്രോമാറ്റിക് കെയർ സെന്ററുകളൊക്കെ നമ്മുടെ മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചു. അതിന്റെ തുടർച്ചയിൽ എത്രയാണ്? 43% മദർ മോർട്ടാലിറ്റി റേറ്റ് ഉണ്ടായിരുന്ന കേരളം ഇപ്പൊ പോസ്റ്റ് കോവിഡിന് ശേഷം 18-ലെത്തി. ചില വിഷയങ്ങൾ പറഞ്ഞു പോകണം. പറഞ്ഞാല്
ഇത് കേട്ടാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഇവിടെ ശിശുമരണമൊക്കെ കുറയ്ക്കണം, മറ്റവർ കൂട്ടണമെന്നില്ല. നമ്മളെല്ലാ പാർട്ടികളും ചേർന്ന് മനുഷ്യരുടെ ശിശുമരണമൊക്കെ കുറയ്ക്കേണ്ടതാണ്, മാതൃമരണമൊക്കെ കുറയ്ക്കേണ്ടതാണ്. ഒരമ്മ മരിച്ചാൽ നമ്മുടെയൊക്കെ സഹോദരിയാണ്. അപ്പോൾ അതിനകത്ത് അങ്ങനെ തർക്കമേ ഇല്ല. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഇവർക്ക് പറ്റിപ്പോകുന്നൊരു അബദ്ധം ശാസ്ത്രീയമായി ഞാൻ പറയുകയാണ്. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് റാങ്ക് കിട്ടി. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ ക്ലാസ് ടീച്ചർ പറയുകയാണ് ഞാൻ ടീച്ചറായിട്ട് റാങ്ക് കിട്ടിയെന്ന്. അപ്പം 10ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ അവരവിടെ സംഭവിച്ചു എന്നുള്ളതേ ഉള്ളൂ. 1ാം ക്ലാസ് തൊട്ട് പഠിച്ച ടീച്ചർമാരുണ്ട്, രക്ഷകർത്താക്കളുണ്ട്, കുട്ടി പഠിച്ചതുണ്ട്. അപ്പോൾ ഇത് എന്തെങ്കിലും ഒരു നേട്ടം വരുമ്പോൾ അതിൻ്റെ ക്ലെയിം 113 വർഷം മുമ്പ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുസ് തിരുവിതാംകൂർ പ്രദേശത്താണ്. അപ്പോൾ ഈ അല്ല പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞ മറുപടി എനിക്കുമുണ്ട്. അപ്പോൾ ഞാനത് ഒരുപാട് വർഷം പഠിച്ചിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ഗവൺമെൻറ്റുകളും മനുഷ്യൻ്റെ പുരുഷായുസ് കൂട്ടാൻ കുറയ്ക്കാനായിട്ടാണ് ഇരിക്കുന്നത്. ഏറ്റവും അവസാനം പഠിപ്പിച്ച ഒരാൾ പറയുകയാണ് ഞാൻ കാരണം റാങ്ക് കിട്ടി. അതുപോലത്തെ ക്ലെയിംസ് പാടില്ല. അത് ശാസ്ത്രവിരുദ്ധമാണ്, ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കലാണ്. ബഹുമാനിയനായ ഡോക്ടർ SS ലാല് കേരളം ആദരിക്കുന്ന പ്രഗത്ഭനാണെങ്കിലും കഴിഞ്ഞ 2021 എന്നോടൊപ്പം കഴക്കൂട്ടം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. പാടില്ലേ? ഇക്ബാൽ സാർ ഡോക്ടറല്ലേ? എന്നെ പറഞ്ഞോട്ടെ, ഡോക്ടർമാർക്ക് സ്ഥാനാർത്ഥിയാണ്. അതല്ല ഞാൻ പറഞ്ഞത്. എപ്പോഴും പറയും ഞാൻ സയൻസ് പറഞ്ഞാൽ പറയും ഞാൻ UDF ആണ്. ഡോക്ടർ ഇക്ബാൽ LDF ആണ്, ഡോക്ടർ ജോ LDF ആണ്. എനിക്ക് അവസരം നൽകിയാൽ മതി. കറണ്ട് പോയാ ഞങ്ങൾ ഭരിക്കുന്നതല്ല, നമ്മൾക്കൊരു പരിഹാരം. ഒരു സിസ്റ്റം ഫെയിലിയർ ആയിട്ടാണ് ഇതെപ്പോഴും കണക്കാക്കേണ്ടത്. അല്ലാതെ ഒരു ഡോക്ടറാണ് അല്ലെങ്കിൽ മറ്റാരാണ് വെച്ചതെന്നല്ല. സിസ്റ്റം ഫെയിലിയർ ആണ്, നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത്. ആ സിസ്റ്റത്തിന് റെസ്പോൺസിബിൾ ആരാണ്? എന്താ ഉറക്കം വരുന്നു. ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഒരു ടീം ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങുമ്പോൾ അവർ ടീം തോറ്റാൽ നമ്മൾ ക്യാപ്റ്റനാണ് കുറ്റപ്പെടുത്തുക. ജയ്ക്ക് നേരത്തെ പറഞ്ഞത് സിന്ധു എന്ന് പറയുന്ന ഒരു ഡോക്ടറെ അമേരിക്കയിൽ വിട്ടു പഠിപ്പിച്ചു. അത് LDF ഗവൺമെന്റിന്റെ ഗുണം. ഏത് കോട്ടയത്ത്, അതേ കോട്ടയത്ത് ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ തലയിൽ ഈ പറയുന്ന കെട്ടിടം ഇടിഞ്ഞു വീണ് മരിച്ചാൽ ആ കെട്ടിടം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പണിഞ്ഞത്. എന്നിട്ട് അതേ ജയ്ക്ക് പറയും ഇത് രാഷ്ട്രീയമില്ലെന്ന്. അടിപൊളിയാണ്.